ചിന്തിച്ചു നോക്കൂ. പിന്നെ മുജാഹിദുകൾ ചില സ്വലാത്തുകളെ എതിർക്കുന്നു. അത് സലാത്തുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സലാത്തുകൾ എന്ന് പറഞ്ഞ് കെട്ടിയുണ്ടാക്കിയ പലതിനെയും എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നുമില്ല ആ സ്വഭാവം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത കൽപ്പിക്കാത്ത സമയത്തും രൂപത്തിലുമൊക്കെ സ്വലാത്ത് ചൊല്ലുന്നത് നിങ്ങൾ എതിർക്കാറില്ലേ? നിങ്ങൾ എതിർത്തിട്ടില്ലേ? നിങ്ങളൊരു ഉദാഹരണം നോക്കൂ. നിങ്ങളുടെ തന്നെ ഒരു പ്രസിദ്ധീകരണം ഫതാവ മുഹ്യി സുന്ന, അതിലൊരു ചോദ്യം കൽപ്പിക്കട്ടെ. ബാങ്കിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യസഹിതം വിവരിക്കുക. അതിലെന്താ ഉത്തരം കൊടുത്തത്? ഇതേ ചോദ്യം ഇബ്നു ഹജർ അൽ ഹൈതമിയോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഹദീസുകളിലൊന്നും ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇമാമുകളുടെ വാക്കുകളിലും തഥൈവ. അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. എന്ത് ചൊല്ലുന്നതാ തടയേണ്ടത്? സ്വലാത്ത് ചൊല്ലുന്നത് തടയണം. എപ്പോ? ബാങ്കിന്റെ മുമ്പ് ഒരു പ്രത്യേക സലാത്ത് ഉണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരാൾ ബാങ്കിന്റെ മുമ്പ് സലാത്ത് ഇല്ലാണെങ്കിൽ തടയണം. ആരാ ഇപ്പൊ സലാത്ത് തടയുന്നവര്? നിങ്ങളെ പേര് ഞങ്ങൾക്കും പറഞ്ഞൂടെ? നിങ്ങൾക്കാണ് ആ പണിയിൽ സലാത്ത് തടയലല്ലേ നിങ്ങളെ പരിപാടി അല്ലേ? കാരണം രേഖയില്ലാതെ ശറയിൽ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാവുന്നതല്ല. ഇനി നോക്കൂ അടുത്ത വാചകം. ബഹു അശൈഖുൽ കബീർ ബക്കിരി പറയുന്നത് വാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പ് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടെന്നാണ് എന്നൊക്കെ പിന്നെ താഴെ വേറെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ബഹു ഇബ്നു ഹജർ പറഞ്ഞതും ബക്കിരി പറഞ്ഞതും സമന്വയിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഗ്രഹിക്കാവുന്നതാണ്. സ്വലാത്ത് ചൊല്ലൽ വാങ്കിന് മുമ്പ് സുന്നത്തുണ്ടെന്ന വിശ്വാസത്തോടെ പാടില്ല. സ്വലാത്ത് അങ്ങനെ പ്രത്യേകം സുന്നത്തുണ്ടെന്ന വിശ്വാസത്തോടെ പാടില്ലെങ്കിലും സ്വലാത്ത് ചൊല്ലൽ പൊതുവെ സുന്നത്താണെന്ന അടിസ്ഥാനത്തിൽ ബാങ്കിന് മുമ്പും ആകാവുന്നതാണ്. നോക്കൂ നിങ്ങൾ ഒഴിഞ്ഞു മാറ്റം. എപ്പോഴും സലാത്ത് ചൊല്ലല്ലോ. ആ നിലക്ക് ബാങ്കിന്റെ മുമ്പ് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് കരുതിയിട്ട് തന്നെയല്ലേ ഈ ബാങ്കിന് മൈക്കൺ ഓണാക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക അതിനില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ എന്താ പറഞ്ഞത്? ആ സലാത്ത് ചൊല്ലുന്നവരെ തടയണം എന്നല്ലേ പറഞ്ഞത്? ഇനി മാത്രല്ല, തറാവീഹിന്റെ ഇടയ്ക്കുള്ള ഒരു സലാത്തിനെ പറ്റി ചോദിച്ചില്ലേ നിങ്ങളോട്? അതാ മറ്റൊരു പുസ്തകത്തിൽ കാണുന്നു, തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലൽ. ഇനി തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലുന്നത് സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ തീർക്കാം. ഫതാവൽ കുബറയിൽ ഇബ്നു ഹജറിനോട് ഇത് സംബന്ധിയായി വന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, തറാവീഹിനിടയിൽ എന്ന സ്ഥലവിശേഷത്തോടെ ഒരു സ്വലാത്തുണ്ടെന്ന് കരുതി വല്ലവനും സ്വലാത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ തടയണം. തറാവീഹിനിടയിൽ എന്ന വിശേഷത ഇല്ലാതെ സ്വലാത്ത് എപ്പോഴും സുന്നത്തല്ലേ എന്ന് കരുതി തറാവീഹിനിടയിൽ കൊണ്ടുവരുന്നവനെ തടയുകയുമരുത്. അപ്പൊ നോക്കൂ, എന്തേ? ഒരു പ്രത്യേക സമയം നിശ്ചയിക്കുമ്പോ, ഒരു പ്രത്യേക നേരം നിശ്ചയിക്കുമ്പോ അത് തെറ്റാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്? ഇനി നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രത്യേക സ്വലാത്തിനെ പറ്റി മറ്റൊരു ചോദ്യം കേട്ടോളൂ. ചില സ്ഥലങ്ങളിൽ നിസ്കാര ശേഷം സ്വലാത്ത് ചൊല്ലുന്നത് കാണുന്നു. ഇതിന്റെ വിധി എന്താണ്? ഇല്ലാത്ത സ്ഥലത്ത് തുടങ്ങാൻ പറ്റുമോ? ഉത്തരം കേട്ടോളൂ. നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രത്യേക സ്വലാത്ത് സുന്നത്തില്ല. നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രത്യേക സ്വലാത്ത് സുന്നത്തില്ല. നിസ്കാരത്തിന് ശേഷം പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ് എന്ന വിശ്വാസത്തിൽ ചൊല്ലൽ ശരിയല്ല. മറിച്ച് എപ്പോഴും സ്വലാത്ത് സുന്നത്തുണ്ടെന്ന രൂപത്തിൽ നിസ്കാരത്തിന് ശേഷവും സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. ഫതാവൽ കുബറ നോക്കൂ നിങ്ങൾ. ഇവര് തന്നെ ഇതാ ഇപ്പൊ കുറെ സ്വലാത്തിനെ എതിർത്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതുപോലെ നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണോ ഈ സ്വലാത്തുകളൊക്കെ തടയണം എന്ന് പറഞ്ഞത്, അതിനേക്കാൾ അപ്പുറമുള്ള തെളിവുകളുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ ചൊല്ലുന്ന നാരിയ സലാത്ത് നിങ്ങൾ അതിന് എണ്ണം നിശ്ചയിക്കുന്നു, വണ്ണം നിശ്ചയിക്കുന്നു, പോരിശ നിശ്ചയിക്കുന്നു. അതിന് ചട്ടം കെട്ടിച്ചുകൊണ്ട് ആ നിലക്ക് അത് ചൊല്ലാനും ചൊല്ലിക്കാനും വേണ്ടി സ്ത്രീകളെ പോലും പാടത്തേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു. പള്ളിയിൽ പോക്ക് നിങ്ങൾ ഹറാമായും കാണുന്നു. അതൊക്കെയും ഇവിടെ വിശദീകരിച്ചു പോയതാണ്. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കിടയിൽ കാണുന്ന ഈ സമ്പ്രദായത്തെ അനാചാരമാണെന്ന്, അത് ബിദ്അത്താണെന്ന് മുജാഹിദ് മൗലവിമാര് മാത്രമാണോ പറഞ്ഞത്? നിങ്ങൾ ഒറ്റക്കെട്ടല്ലേ? ഞങ്ങൾ ഒറ്റക്കെട്ടാണ് മൗലവി AP EK സംസ്ഥാന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ നിങ്ങളുടെ ഒറ്റക്കെട്ടുകാരൻ തന്നെ ഏതാ?
ഖാസിമിയുടെ ക്ലിപ്പൊന്ന് കേട്ടോളൂ. സ്വലാത്തിനെതിരെ അതാ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അതാ മൂപ്പരും ഇപ്പൊ സ്വലാത്തിനെതിരെ വഅ്ള് പറയുന്നു. ശ്രദ്ധിച്ചോളൂ ആ ഭാഗം. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഒരിക്കലും ബഹുമാനപ്പെട്ട ശറഅ് പറഞ്ഞിട്ടില്ല. ഇത് ഗൗരവമായി ചിന്തിക്കണം. സാധാരണക്കാരായ ആളുകളെ ഇത്തരം കാര്യത്തിൽ ആരും കബളിപ്പിക്കരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് ചെയ്യരുത്. പണ്ഡിതന്മാർ അത് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എൻ്റെ വിനയത്തിന്റെ ഒരു അപേക്ഷ പറയുകയാണ്. 25 മാത്രമായി ഇങ്ങനെ ഒരു സംഗതി ആളുകളെ ലൈലത്തുൽ ഖദ്റായി നിജപ്പെടുത്തി പറയുക എന്നത് ശറഇന്റെ പരിധിക്കപ്പുറമുള്ള ഒരു സംഗതിയാണ്. ഒരിക്കലും അത് ശറഅ് അംഗീകരിക്കുകയില്ല. ഒന്ന്. ഇനി രണ്ടാമതായി ലൈലത്തുൽ ഖദ്റാണെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ വേണ്ടത് ഏതെങ്കിലും പൊതുവായ സമ്മേളനം ആ രാത്രി നടത്തുകയല്ല. ആ ഖദ്റിന്റെ പ്രത്യേകത അവരെ പള്ളിയിലേക്ക് വിടുക എന്നതുമാണ്. ഇല്ലാത്ത ചില അനാചാരങ്ങൾ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വം പറയുകയല്ല, അങ്ങനെ ധരിക്കരുത്. കണ്ടോ, മൂപ്പര് പുള്ളതിർത്തിയില്ല. നമ്മൾ അതിനേക്കാൾ ഗൗരവത്തോടുകൂടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. കുറച്ചും കൂടി കഴിയുമ്പോൾ മൂപ്പരും പറയട്ടെ, അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ, എല്ലാം തുറന്നു പറയട്ടെ, നമ്മൾ ദുആ ചെയ്യാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ആരൊക്കെയാ ഇപ്പൊ ഇതിനെതിരെ ഇറങ്ങിയിരിക്കുന്നത്? ഒറ്റക്കെട്ടായ ആളുകൾ ഇപ്പൊ ഇതിനെതിരെ ഉണ്ട് അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. മാത്രല്ല, നിങ്ങളുടെ തന്നെ ആളുകൾ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നടത്തുന്നത് സ്വലാത്ത് ആരാധന എന്ന നിലക്കല്ല, ആത്മീയ കച്ചവടമാണ്. സ്വലാത്ത് വ്യവസായമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. സുന്നി അഫ്കാറിൽ നിന്നാണ് വായിക്കുന്നത്. ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത് എന്നാണ് ഹെഡിങ് കൊടുത്തത്. ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത് ഇസ്ലാഹിലെ വാചകമല്ല, അൽമനാറിലെ വാചകമല്ല, വിചിന്തനത്തിലെ വാചകമല്ല, ഏതെങ്കിലും മൗലവിമാരുടെ പ്രസംഗവുമല്ല. കാണിക്കുന്നത് ഏതാണ്? സുന്നി അഫ്കാർ വാരികയാണ്. ഹെഡിങ് തന്നെ ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത്. കേട്ടോളൂ. മലപ്പുറം ജില്ലയിലെ മുട്ടിപ്പടി ഇപ്പോൾ പെട്ടിപ്പടിയായി മാറിയിരിക്കുന്നു. നല്ല ചേർച്ചുണ്ട് അല്ലേ? റമദാനിലെ 27-ാം രാവ് ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള കവാത്ത് കളിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. പ്രവാചകന്റെ അനന്തരന്മാർ ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്, പ്രവാചകന്റെ അനന്തരന്മാർ എന്ന് അവകാശപ്പെടുന്ന ഈ വലിയ വമ്പന്മാർ അന്ന് അവിടെ ഉത്സവച്ചായ തീർക്കുകയാണ്. 2-3 കിലോമീറ്ററിലധികം ദൂരം വഴിവിളക്കുകൾ നാട്ടിയും ഉച്ചഭാഷിണി ഘടിപ്പിച്ചും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ മേളക്കൊരുങ്ങുന്നു. സ്വഭവനങ്ങളിൽ തസ്ബീഹും തഹ്ലീലും എല്ലാമായി പ്രാർത്ഥനയിൽ കഴിയുന്ന സ്ത്രീ ജനങ്ങളെപ്പോലും മണ്ണിട്ട് നികത്തിയ വയലിലേക്ക് ക്ഷണിക്കുന്നു. സ്വന്തം മഹല്ലിൽ ജമാഅത്ത് നടപ്പിൽ വരുത്തി അല്ലാഹുവിന്റെ പള്ളികൾക്ക് പവിത്രത കൽപ്പിക്കേണ്ടവരായ പുരുഷന്മാരെയും ഈ കവാത്തിലേക്ക് ക്ഷണിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ സ്ഥലകാല വ്യത്യാസമില്ലെന്നത് നേരാണ്. പക്ഷേ അതിൻ്റെ പേരിൽ പിരിവെടുക്കുന്നതും ഇരിപ്പിടത്തിന് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതും എത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയും? ഇനിയും കേട്ടോ, ഈ അടുത്ത കാലത്തായി ആത്മീയതയുടെ മറവിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ചിലർ റമളാനിൽ വല വിരിച്ച് കാത്തിരിക്കുകയാണ്. അവർ പലതും കളിക്കുന്നു. ആത്മാവിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഭക്ഷണങ്ങൾ പോക്കറ്റ് പരിപോഷണത്തിനായി മാറ്റിവെക്കുന്നു. സ്വലാത്ത്, തൗബ, സിക്ർ, തഹ്ലീല്, തസ്ബീഹ് തുടങ്ങിയ മഹൽ കർമ്മങ്ങൾ പണപ്പിരിവിനുള്ള ഏർപ്പാടാക്കുന്നു. മുജാഹിദ് എഴുതിയതല്ല, ഒറ്റക്കെട്ടെന്ന് പറഞ്ഞില്ലേ? ആ സുന്നി അഫ്കാറിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. അവിടെ നടക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ്. നിങ്ങളുടെ മജ്‌ലിസിൽ പല തട്ടിപ്പുകളും നടക്കാറുണ്ട്. സ്വലാത്തിന്റെ മജ്‌ലിസിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കാറുണ്ടെന്ന് ഞങ്ങളല്ലല്ലോ, അതാ അപ്പുറത്തെ സമസ്തയുടെ ഒരു നേതാവ് ആ കാര്യമതാ നിങ്ങൾ നടത്തുന്ന ഒരു തട്ടിപ്പ് സോദാഹരണം അദ്ദേഹം അങ്ങ് പരസ്യമായി പൊതു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. മാനു മുസ്ലിയാരാണ് അപ്പുറത്തെ സമസ്തയുടെ സമുന്നതനായ നേതാവ് കെ.ടി. മാനു മുസ്ലിയാർ അവറുകളതാ നിങ്ങളുടെ ഈ തട്ടിപ്പ് അദ്ദേഹം ഒന്ന് കേൾപ്പിക്കുന്നു. ശ്രദ്ധിച്ചോളൂ. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റു ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്.
അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജ്‌ലിസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു. നമ്മുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആ ആൾ, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആ ആൾ, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല. അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ ദിക്റും സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ ഇങ്ങനെ അഭിനയിക്കാം. എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്, അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ. യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു, ഇത് ഫോണിങ്ങനെ. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. കേട്ടല്ലോ, ഒരു വിശദീകരണം ആവശ്യമില്ല. അവര് ആദ്യം പരിശോധിക്കേണ്ടത് അപ്പുറത്താണ്, പാണക്കാടല്ല എന്നാ പറഞ്ഞത്. പരിശോധിക്കേണ്ടത് എവിടെയാണെങ്കിൽ അവിടെ ഒക്കെ പരിശോധിക്കണം എന്ന് ഞങ്ങൾക്കൊരു തിരുത്തുണ്ട്. എവിടെയും പരിശോധിക്കണം, പരിശോധിക്കേണ്ടതൊക്കെ എവിടെയാണെങ്കിൽ അവിടെയൊക്കെ പരിശോധിക്കുക. പക്ഷേ നിങ്ങൾ കേട്ടില്ലേ, ഈ സലാത്തിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് ഞങ്ങൾ പറയും, ഏയ് അതൊക്കെ വെറുതെ പറയുന്നു. കേട്ടില്ലേ? ഇപ്പോൾ നല്ല സനദല്ലേ ഉദ്ധരിച്ചത്, നല്ല പ്രധാനപ്പെട്ട ആളല്ലേ ഉദ്ധരിച്ചത്. ഞങ്ങൾ ഒറ്റക്കെട്ട മൗലവി ഇവിടെ ചേറ്റുകെട്ടിയിൽ വന്നിട്ട് പറയാണ്, ഞങ്ങൾ AK സംസ്ഥാന എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട. അപ്പൊ നിങ്ങൾ ഏതായാലും ഒന്നാണല്ലോ, ആ ഒന്നായ മുസ്ലിയാരാണ് നിങ്ങളോടിപ്പോ വിശദീകരിച്ചത്. പ്രതികരണം നിങ്ങളൊന്ന് പറയണം. എന്താണ് ആ പറഞ്ഞത്? അപ്പറഞ്ഞൊരു നേരോ അപ്പറഞ്ഞൊരു നുണയോ അത് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിലും നിങ്ങൾക്കെന്ത് നേര്, നിങ്ങൾക്കെന്ത് നെറികേട്, നിങ്ങൾക്കെന്ത് സത്യം. ഒരു പത്രം ഉണ്ടല്ലോ ഈ സിറാജ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇന്നലെ വിശദീകരിച്ചു ചില കാര്യങ്ങൾ. ഇന്നലെ ഞാൻ പറഞ്ഞു